സുഹൃത്തുക്കളെ, ഒരിക്കല് ഒരിടത്ത് വളരെ പ്രശസ്തനായ ഒരു ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഏറ്റവും വലിയ കലാസൃഷ്ടി, മാസ്റ്റർ പീസ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു വലിയ പാറക്കല്ല് അദ്ദേഹം തിരഞ്ഞെടുത്തു. അങ്ങനെ ദിവസങ്ങളോളം കല്ലിനെ രൂപപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ കല്ല് വളരെ കടുപ്പമുള്ളതായിരുന്നു. ആദ്യത്തെ 5 ദിവസം ശ്രമിച്ചിട്ടും കല്ലിന് ചെറിയൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ശില്പി വളരെ നിരാശനായി. ഈ കല്ല് എനിക്ക് കൊത്തിയെടുക്കാൻ കഴിയില്ല എന്ന് കരുതി അദ്ദേഹം ആ കല്ലിനെ ഒഴിവാക്കി അല്പം മൃദുവായ മറ്റൊരു കല്ലെടുത്ത് അതിൽ കൊത്തുപണി തുടങ്ങി. അദ്ദേഹം ഒരു പുതിയ കല്ലിൽ വളരെ എളുപ്പത്തിൽ ഈ കൊത്തുപണി പൂർത്തിയാക്കി തൻ്റെ മനോഹരമായ ഒരു പ്രതിമ ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാട്ടുകാർ ആ പുതിയ പ്രതിമയെ ഒരു പൊതുസ്ഥലത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അവർ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള തറ, അതിൻ്റെ പ്ലാറ്റ്ഫോം ഒരുക്കാനുള്ള ശ്രമത്തിൽ ആ ഉപേക്ഷിക്കപ്പെട്ട ആദ്യത്തെ കല്ലുണ്ടല്ലോ, അവർക്കത് തറ നിരപ്പാക്കാൻ വേണ്ടി ആവശ്യമായി വന്നു. തൊഴിലാളികളിൽ ഒരാള് ഒരു ചുറ്റിക എടുത്തിട്ട് ആ കല്ലിൽ ഒരൊറ്റടി കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യത്തെ അടിയിൽ തന്നെ ആ കല്ല് 2ആയി പിളർന്നു. ഇതു കണ്ട ശില്പിക്ക് തൻ്റെ തെറ്റു മനസ്സിലായി. ഞാൻ കഷ്ടപ്പെട്ട് ശ്രമിച്ചത് 5 ദിവസമായിരുന്നു. എനിക്ക് എൻ്റെ കഴിവിൽ ഒരൊറ്റ ദിവസവും കൂടി ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ കടുപ്പമുള്ള കല്ലിൽ എൻ്റെ ഏറ്റവും വലിയ കലാസൃഷ്ടി പൂർത്തിയാക്കാമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. സുഹൃത്തുക്കളെ, എന്താണ് ഈ കഥയിൽ നിന്നുള്ള പാഠം? വിജയം എന്ന് പറയുന്നത് പലപ്പോഴും അവസാന ശ്രമത്തിലാണ് നമ്മെ കാത്തിരിക്കുന്നത്. നമ്മുടെ കഴിവിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി നിർത്തലാക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഒരു ശ്രമം കൂടി ശ്രമിക്കാനുള്ള ധൈര്യം, അതെ, ഒരു ശ്രമം കൂടി ശ്രമിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. താങ്ക് യു.